ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചോറെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. ഉള്ളിക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലിട്ട് പോയാലോ? സ്റ്റവ് കത്തിച്ച് കൊടുക്കാം. ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതും കടുകിട്ട് കൊടുക്കാം. എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് കടുകിട്ട് കൊടുക്കാം ഇതിലേക്ക്. ഇനി ഇതിലേക്ക് 4-5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൊടുക്കാം. ഇനി ഇത്രയും സവാള എടുത്തിട്ടുണ്ട്, അത് ഇതിലിട്ടിട്ട് കൊടുക്കാം. ഇനി ഇത്രയും ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്, അത് ഇതിലിട്ടിട്ട് കൊടുക്കാം. 2 ഉള്ളിയും കൂടെ ഇടുമ്പോൾ എനിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ല വെന്ത് ചുവന്ന് വരണം. അതിനുശേഷം നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലവണ്ണം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അതിലോട്ടിട്ട് കൊടുക്കാം. ഇതൊന്ന് പച്ചമണം പോയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് പുളിയാണ്. കുറച്ച് പുളി. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച്. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതി. ഇനി ഇതൊന്ന് എണ്ണ തെളിയാൻ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറിയെല്ലാം എണ്ണ എല്ലാം തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ, ഉള്ളി ഉണ്ടെങ്കിൽ.